ഹായ് ഹലോ നമസ്കാരം. PG3 അക്കാദമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ജനറൽ സയൻസിൽ നിന്ന്, അതായത് നമ്മൾ സയൻസിൻ്റെ കുറച്ച് പേര് പറഞ്ഞിരുന്നു, സയൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള മോക്ക് ടെസ്റ്റ് വേണമെന്ന്. ഇപ്പോൾ നമ്മളിവിടെ ജനറൽ സയൻസിൽ നിന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് എടുത്തിട്ടുണ്ട്. ഒരു 15 ക്വസ്റ്റ്യൻസാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് മോക്ക് ടെസ്റ്റിനകത്ത്. ഇപ്പോൾ സയൻസിന് എന്ന് പറയുമ്പോൾ നമുക്ക് ഏകദേശം 26 മാർക്കിന് സയൻസിൻ്റെ മേഖലയിൽ നമുക്ക് ചോദ്യങ്ങളുണ്ടാവും. അപ്പോൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് നമുക്കൊരു ധാരണ വേണം സയൻസുമായി ബന്ധപ്പെട്ട്. അപ്പോൾ അതുകൊണ്ടാണ് സയൻസിൻ്റെ ഒരു മോക്ക് ടെസ്റ്റ് നടത്താമെന്ന് വിചാരിച്ചത്. മിക്സഡ് ആയിട്ടാണ്. ഇതിനകത്ത് ജനറൽ ആയിട്ടുള്ള സയൻസിൻ്റെ മേഖലകളൊക്കെ ഉണ്ടാവും, എന്നാൽ സിമ്പിളും ആയിരിക്കും. ചിലർക്ക് ചില ക്വസ്റ്റ്യൻസ് ടഫായിട്ടും തോന്നാം. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. 15 ക്വസ്റ്റ്യൻസാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പേനയും പേപ്പർ എടുത്തോളൂ, 1 മുതൽ 15 വരെ നമ്പർ ഇട്ടോളൂ. അതുപോലെ തന്നെ നമ്മുടെ LP-UPക്ക് വേണ്ടിയിട്ടുള്ള പുതിയ ക്രാഷ് കോഴ്സ്, നമ്മുടെ 12ാമത്തെ ക്രാഷ് കോഴ്സ് ഫെബ്രുവരി 19 തിങ്കളാഴ്ച ആരംഭിക്കുകയാണ്. അപ്പോൾ ആ പുതിയ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ചുവടെ കാണുന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്. നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാനായിട്ട് സാധിക്കും. കോഴ്സിൻ്റെ ഡീറ്റെയിൽസും ആ നമ്പറിൽ വിളിച്ചാൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഒപ്പം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് നമുക്ക് സൗജന്യ ക്ലാസ്, അതുപോലെ കറണ്ട് അഫെയറുകൾ നൽകുന്ന ഒരു കമ്മ്യൂണിറ്റി വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. അതിനകത്ത് ജോയിൻ ചെയ്യാനായിട്ട് നമ്മൾ കമൻറ്റ് സെക്ഷനിലും അതുപോലെ തന്നെ നമ്മുടെ ഡിസ്ക്രിപ്ഷനകത്തും ആ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം. നിങ്ങൾ അതിനകത്ത് ക്ലിക്ക് ചെയ്തിട്ട് ജോയിൻ ചെയ്തോളൂ. നമുക്ക് നേരെ നമ്മുടെ മോക്ക് ടെസ്റ്റിനകത്ത് കടത്താം. 15 ചോദ്യങ്ങൾ. ഓക്കെ അല്ലേ? ഓക്കെ, നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, തുരിശ് എന്ന പേരിൽ അറിയപ്പെടുന്ന പദാർത്ഥം ഏത്? തുരിശ് എന്ന പേരിൽ അറിയപ്പെടുന്ന പദാർത്ഥം ഏതാണ്? കോപ്പർ ഓക്സൈഡ്, കോപ്പർ സൾഫേറ്റ്, കോപ്പർ ക്ലോറൈഡ്, കോപ്പർ നൈട്രേറ്റ്. ഇതൊക്കെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യനാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ സമയമൊന്നും അധികം എടുക്കുന്നില്ല, പെട്ടെന്ന് നമുക്ക് പറഞ്ഞു പോകാം. സമയം കൂടുതൽ വേണ്ടവർ ജസ്റ്റ് പോസ് ചെയ്തോളൂ. നിങ്ങൾക്ക് ഇവിടെ ക്വസ്റ്റ്യൻ കാണാൻ സാധിക്കുമല്ലോ. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. കേവല പൂജ്യം എത്തിച്ചേരുവാൻ കഴിയുന്ന താഴ്ന്ന ഊഷ്മാവ്, അതല്ലെങ്കിൽ നിങ്ങൾക്കറിയാം കേവല പൂജ്യം എന്ന് പറയപ്പെടുന്ന ഊഷ്മാവ് ഏതാണ്? അങ്ങനെ പറഞ്ഞാലും മതിയല്ലോ, നിങ്ങൾക്കറിയാലോ. നോക്കുക, 0 ഡിഗ്രി സെൽഷ്യസ് ആണോ, 273 കെൽവിൻ ആണോ, -273 ഡിഗ്രി സെൽഷ്യസ് ആണോ, അഥവാ 273 ഡിഗ്രി സെൽഷ്യസ് ആണോ, ഏതാണെന്നുള്ളത് നോക്കിയിട്ട് എഴുതുക. കേവല പൂജ്യം എന്നറിയപ്പെടുന്നത് എന്താണെന്നുള്ളത്. അടുത്തത് മൂന്നാമത്തേത്, മോണയിലെ കുഴികളിൽ പല്ലിനെ ഉറപ്പിച്ചു നിർത്തുന്ന കാൽസ്യം അടങ്ങിയ യോജക കല ഏത് എന്നുള്ളതാണ്. പൾപ്പാണോ, ഇനാമലാണോ, സിമൻറ്റം ആണോ, ഡെൻറ്റൈൻ ആണോ? വളരെ ശ്രദ്ധിച്ച് ഉത്തരം എഴുതുക. ഓക്കെ, 4 ഉണ്ട്. ഏതാണെന്നുള്ളത് നോക്കിയിട്ട് ഉത്തരം എഴുതുക. ഓക്കെ അല്ലേ? അടുത്തത്, സസ്യശാസ്ത്രത്തിൻ്റെ പിതാവ് ആരാണ്? സസ്യശാസ്ത്രത്തിൻ്റെ പിതാവ് ആരാണ്? അരിസ്റ്റോട്ടിൽ, തിയോഫ്രാസ്റ്റസ്, പ്ലേറ്റോ, ജോൺ റേ. ആരാണെന്നുള്ളത് എഴുതുക. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, അതിനൊന്നും സമയം വേണ്ട, പോസ് ചെയ്തോളൂ സമയം വേണ്ടവർ. ഓക്കെ, അടുത്തത്, ജീവികളെ 5 കിങ്ഡങ്ങളായിട്ട് തരംതിരിച്ചത് ആര്? ജീവികളെ 5 കിങ്ഡങ്ങളായിട്ട് തരംതിരിച്ചത് ആര് എന്നുള്ളതാണ്. ജോൺ റേ ആണോ, അരിസ്റ്റോട്ടിലാണോ, റോബർട്ട് എച്ച് വിറ്റാക്കർ ആണോ, അഥവാ കാൾ ലിനേഴ്സ് ആണോ? ശ്രദ്ധിച്ച് വായിക്കുക. ചിലപ്പോൾ ഒരേ പേരുകൾ നിങ്ങളുടെ മനസ്സിലേക്ക് പെട്ടെന്ന് ഏതെങ്കിലും പേരുകളൊക്കെ വരും. അങ്ങനെയല്ല, ക്വസ്റ്റ്യൻ വായിച്ച് മനസ്സിലാക്കിയിട്ട് എഴുതുക. ഓക്കെ, 5 ചോദ്യം. അടുത്ത 6ാമത്തേതിലേക്ക് പോവാം. ധ്രുവപ്രദേശങ്ങളിൽ ഭൂമധ്യരേഖാ പ്രദേശത്തെ അപേക്ഷിച്ച് ഭൂഗുരുത്വാകർഷണം ഡാഷ് ആയിരിക്കും. ഓക്കെ, അതായത് ധ്രുവപ്രദേശങ്ങളിൽ ഭൂമധ്യരേഖാ പ്രദേശത്തെ അപേക്ഷിച്ച് ഭൂഗുരുത്വാകർഷണം ഡാഷ് ആയിരിക്കും. കൂടുതലാണോ, കുറവാണോ, 0 ആണോ, അല്ലെങ്കിൽ ഇവയൊന്നുമല്ല? 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണെന്നുള്ളതൊന്ന് മൈൻഡിൽ കാൽക്കുലേറ്റ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഉത്തരം എഴുതുക. ഓക്കെ, അടുത്ത 7ാമത്തെ ചോദ്യം ഒരു പ്രസ്താവന രീതിയിലുള്ള ചോദ്യമാണ്. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ പരിഗണിച്ച് ശരിയായവ തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. 4 പ്രസ്താവന രീതിയിലുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ തന്നിട്ടുണ്ട്. 1, മെഴുകുതിരിയിൽ നടക്കുന്ന ഊർജ്ജമാറ്റം രാസോർജം, താപോർജവും പ്രകാശോർജവുമാകുന്നു എന്നുള്ളതാണ് ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ്. 2ാമത്തെ നോക്കൂ, ശബ്ദോർജത്തെ വൈദ്യുതോർജമാക്കുന്ന ഉപകരണമാണ് ചലിക്കും ചുരുൾ മൈക്രോഫോൺ. ഓക്കെ, നോക്കൂ, 3ാമത്തേത് നോക്കൂ, ശബ്ദോർജത്തെ വൈദ്യുതോർജമാക്കുന്ന ഉപകരണമാണ് ലൗഡ് സ്പീക്കർ. 4ാമത്തേത്, യാന്ത്രികോർജത്തെ വൈദ്യുതോർജമാക്കുന്ന ഉപകരണമാണ് മോട്ടർ. അപ്പോൾ 4 പ്രസ്താവനകളും വായിച്ചു നോക്കുക. അതിൽ ശരിയായത് തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ശരിയായത് ഏതൊക്കെയാണെന്ന് തിരഞ്ഞെടുക്കുക. 4 ഓപ്ഷനുകളുണ്ട്. ആ ഓപ്ഷനിൽ ഏത് ഓപ്ഷനാണ് അതിന് കറക്റ്റ് സ്യൂട്ടബിൾ ആയിട്ടുള്ളത് എന്നുള്ളത് നോക്കിയിട്ട് ഉത്തരം എഴുതുക. സമയം വേണമെന്നുണ്ടെങ്കിൽ പോസ് ചെയ്തോളൂ. നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. 8ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? 4 പ്രസ്താവനയിൽ ഏത് പ്രസ്താവനയാണ് ശരിയെന്നുള്ളതാണ്. സ്വയം പ്രകാശിക്കുന്ന ആകാശഗോളങ്ങളെ നക്ഷത്രങ്ങൾ എന്ന് പറയുന്നു. ഓപ്ഷൻ ബി, ചന്ദ്രൻ ഒരു നക്ഷത്രമാണ്. സൂര്യൻ നക്ഷത്രത്തിൻ്റെ ഗണത്തിൽ വരുന്നില്ല. മേൽ പറഞ്ഞവയെല്ലാം. സിമ്പിളാണ്, എഴുതിക്കോളൂ. അടുത്തത്, ഉച്ചതയുടെ യൂണിറ്റ് എന്ത്? ഹെഡ്സ്, ഡെസിബൽ, ജൂള്, വാട്ട്സ്.
ഏതാണെന്നുള്ളത് എഴുതിക്കോളൂ. അടുത്തത് അതിനൊന്നും സമയം വേണ്ട, നിങ്ങൾ വേണമെങ്കിൽ ജസ്റ്റ് ഒന്നുകൂടെ കാണിക്കാം, നോക്കിക്കോളൂ. സമയം അതിനൊന്നും വേണ്ട, പോസ് ചെയ്തോളൂ വേണമെന്നുള്ളവർ. ഓക്കെ, അപ്പോൾ അടുത്ത് നോക്കുക. 10ാമത്തേത്, താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായത് ഏത് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. 4 ഓപ്ഷനുകളാണ്, അതിൽ നിന്ന് ശരിയായത് തിരഞ്ഞെടുക്കണം. മനുഷ്യനെ കേൾക്കാൻ കഴിയുന്നതിനേക്കാൾ മുകളിൽ ആവർത്തിയുള്ള ശബ്ദ തരംഗങ്ങളാണ് അൾട്രാസോണിക് തരംഗങ്ങൾ എന്നറിയപ്പെടുന്നത്. എന്താണ്? മനുഷ്യന് കേൾക്കാൻ കഴിയുന്നതിനേക്കാൾ മുകളിൽ ആവർത്തിയുള്ള ശബ്ദ തരംഗങ്ങളാണ് അൾട്രാസോണിക് തരംഗങ്ങൾ എന്നറിയപ്പെടുന്നത്. 3 ബി ഓപ്ഷൻ ആണെങ്കിൽ എക്കോ ലൊക്കേഷൻ അൾട്രാസോണിക് തരംഗങ്ങൾ ഉപയോഗപ്പെടുത്തിയാണ് സാധ്യമാക്കുന്നത്. മനസ്സിലായല്ലോ? എക്കോ ലൊക്കേഷൻ അൾട്രാസോണിക് തരംഗങ്ങൾ ഉപയോഗപ്പെടുത്തിയാണ് സാധ്യമാക്കുന്നത്. സി, സൊണാറിൽ ഉപയോഗിക്കുന്ന ശബ്ദ തരംഗങ്ങൾ അൾട്രാസോണിക് ആണ്. ഓപ്ഷൻ ഡി, ഇവയെല്ലാം. ചോദ്യം വായിച്ച് മനസ്സിലാക്കിയിട്ട് ഉത്തരം എഴുതിക്കോളൂ. 11ാമത്തെ ക്വസ്റ്റ്യൻ, സെറികൾച്ചർ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. കൂൺ കൃഷി, പട്ടുനൂൽ കൃഷി, തേനീച്ച വളർത്തൽ, മൾബറി കൃഷി ഏതാണെന്നുള്ളത് നോക്കിയിട്ട് എന്ത് ചെയ്യാം, എഴുതിക്കോളൂ. അടുത്ത് 12, കേന്ദ്ര ഏലം ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? പാമ്പാടും പാറ, പാമ്പാടും ചോല, മയിലാടും പാറ, ചൂണ്ടൽ. ഓക്കെ, ഓപ്ഷൻ ചിലപ്പോൾ നിങ്ങളെ കൺഫ്യൂസ് ആക്കും, ശ്രദ്ധിച്ചെഴുതിക്കോളൂ. കേന്ദ്ര ഏലം ഗവേഷണ കേന്ദ്രം എവിടെ സ്ഥിതി ചെയ്യുന്നു എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. പാമ്പാടും പാറയാണോ, പാമ്പാടും ചോലയാണോ, മയിലാടും പാറയാണോ, ചൂണ്ടലാണോ എന്നുള്ളത് നോക്കി ശ്രദ്ധിച്ച് മനസ്സിലാക്കി എഴുതുക. അടുത്ത 13, തെർമൽ സ്കാനറുകളിൽ ഉപയോഗിക്കുന്ന രശ്മി ഏതാണ്? തെർമൽ സ്കാനറുകളിൽ ഉപയോഗിക്കുന്ന രശ്മി ഏതാണ്? ഇൻഫ്രാറെഡ്, അൾട്രാസോണിക്, അൾട്രാ വയലറ്റ്, ഗാമ രശ്മികൾ അതിലേതാണ് എന്നുള്ളത് എന്ത് ചെയ്യുക, നോക്കിയിട്ട് എഴുതുക. 13 14ാമത്തെ ക്വസ്റ്റ്യൻ, ക്രിസ്മസ് രോഗം എന്നറിയപ്പെടുന്നത്? സിമ്പിളായിട്ടുള്ള ചോദ്യമാണ്. യെല്ലോ ഫീവർ, ഗോയിറ്റർ, ഡിഫ്തീരിയ, ഹീമോഫീലിയ. നമ്മൾ രോഗങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഹരിസാർ എടുത്തിട്ടുണ്ട്, കൃത്യമായിട്ട് യൂട്യൂബിൽ നമ്മൾ ക്ലാസ്സുകൾ തന്നിട്ടുണ്ട്, അതിനകത്ത് പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ അതൊന്നും തെറ്റിക്കരുത്. ക്രിസ്മസ് രോഗം എന്നറിയപ്പെടുന്നത് യെല്ലോ ഫീവർ, ഗോയിറ്റർ, ഡിഫ്തീരിയ, ഹീമോഫീലിയ ഏതാണെന്ന് വെച്ചാൽ എഴുതിക്കോളൂ. അടുത്തത്, നേവ ടെസ്റ്റ് നടത്തുന്നത് ഏത് രോഗം നിർണ്ണയിക്കാനാണ്? നേവ ടെസ്റ്റ് നടത്തുന്നത് ഏത് രോഗം നിർണ്ണയിക്കാനാണ്? എയ്ഡ്സ്, പാർക്കിൻസൺ, സാർസ്, ഹെപ്പറ്റൈറ്റിസ് ഏത് രോഗം നിർണ്ണയിക്കാനാണ് നേവ ടെസ്റ്റ് നടത്തുന്നത് എന്നുള്ളതാണ്. ഓക്കെ, 15 ചോദ്യങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഈ 15 ചോദ്യത്തിനകത്ത് നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി എന്നുള്ളത് ഇനി നമ്മൾ നോക്കാനായിട്ട് പോവുകയാണ്. മാർക്കുകൾ പെട്ടെന്ന് മാർക്ക് ചെയ്ത് വെക്കോളൂ. എത്ര മാർക്ക് കിട്ടി എന്നുള്ളത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. പലരും കമൻറ്റ് ചെയ്യുന്നില്ല, മടി കൊണ്ടാണെങ്കിൽ ആ മടിയൊന്നും വേണ്ട. മറ്റുള്ളവരുടെ കമൻറ്റ് കാണുമ്പോൾ അവർക്ക് ഇത്ര മാർക്ക്, അപ്പോൾ നിങ്ങൾക്ക് അവരെക്കാട്ടിൽ കൂടുതൽ കാണുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ പഠിക്കാനുള്ളൊരു ആവേശം കുറവാകുമ്പോൾ നിങ്ങൾക്ക് അങ്ങനെ തന്നെ അവരെക്കാട്ടിലും മുന്നിലേക്ക് വരാനുള്ളൊരു ആവേശം ഉണ്ടാവും. സത്യസന്ധമായിട്ട് മാർക്ക് പോസ്റ്റ് ചെയ്യുക. ഇവിടെ നോക്കുക, തുരിശ അല്ലേ? തുരിശ എന്നറിയപ്പെടുന്നത് എന്താണ്? ഈ പറയുന്നത് കോപ്പർ ഓക്സൈഡ് ആണോ, കോപ്പർ സൾഫേറ്റ് ആണോ, കോപ്പർ ക്ലോറൈഡ് ആണോ, കോപ്പർ നൈട്രേറ്റ് ആണോ? ഓപ്ഷൻ ബി, കോപ്പർ സൾഫേറ്റ്. ഇപ്പോൾ ഒന്നാമത്തേൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി, കോപ്പർ സൾഫേറ്റ് ആണ് തുരിശ എന്ന് പറയുന്നത്. അറിയാത്തവർ പഠിച്ചു വെക്കോളൂ, ഇതൊക്കെ സിമ്പിൾ അല്ലേ? കേവല 0 എത്തിച്ചേരുവാൻ കഴിയുന്ന താഴ്ന്ന ഊഷ്മാവ് ഏത് എന്നുള്ളതാണ്. ഇവിടെ -273 ഡിഗ്രി സെൽഷ്യസ് ആണ്. -273 ഡിഗ്രി സെൽഷ്യസ് ആണ് നമ്മൾ കേവല 0 എന്ന് പറയുന്നത്. അടുത്തത്, മോണയിലെ കുഴികളിൽ പല്ലിനെ ഉറപ്പിച്ച് നിർത്തുന്ന കാൽസ്യം അടങ്ങിയ യോചക കല ഏത് എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. അത് ഓപ്ഷൻ സി, സിമൻറ്റമാണ്. ഒന്നപ്പോൾ മൂന്നാമത്തേതിൻ്റെ ഓപ്ഷൻ സി ആണ്. അടുത്ത 4, സസ്യശാസ്ത്രത്തിൻ്റെ പിതാവ് ആര് എന്നുള്ളതാണ്. സസ്യശാസ്ത്രത്തിൻ്റെ പിതാവ് തിയോഫ്രാസ്റ്റസ് ആണ്. സസ്യശാസ്ത്രത്തിൻ്റെ പിതാവ് തിയോഫ്രാസ്റ്റസ് ആണ്. 4ാമത്തേൻ്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ്. 4ാമത്തേൻ്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ്. അടുത്ത നമ്മൾ 5ലേക്ക് കിടക്കുമ്പോൾ ജീവികളെ 5 കിങ്ഡങ്ങളായി തരംതിരിച്ചത് ആര് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആരാണ് അത്? റോബർട്ട് എച്ച് വിറ്റാക്കർ. ഓപ്ഷൻ സി ആണ് ഇവിടെ ശരിയായിട്ടുള്ളത്. ജീവികളെ 5 കിങ്ഡങ്ങളായി തരംതിരിച്ചത് റോബർട്ട് എച്ച് വിറ്റാക്കറാണ്. അപ്പോൾ ഓപ്ഷൻ സി 5ാമത്തേൻ്റെ ഓപ്ഷൻ സി ആണ്. 6ലേക്ക് പോകുമ്പോൾ ധ്രുവപ്രദേശങ്ങളിൽ ഭൂമധ്യരേഖാ പ്രദേശത്തെ അപേക്ഷിച്ച് ഭൂഗുരുത്വാകർഷണം ഡാഷ് ആയിരിക്കും എന്നുള്ളതാണ്. എന്തായിരിക്കും അത്? കൂടുതലായിരിക്കും. അപ്പോൾ ഇവിടെ ഓപ്ഷൻ എ ആണ് വന്നിട്ടുള്ളത്. 6ാമത്തേൻ്റെ ഉത്തരം ഓപ്ഷൻ എ ആണ്, കൂടുതലായിരിക്കും. അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് രീതിയിലുള്ളതായിരുന്നു അല്ലേ? താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ പരിഗണിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ശരിയായത് തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് ഈ പ്രസ്താവന ചോദ്യമൊക്കെ വരുമ്പോൾ 2 രീതിയിൽ നമുക്ക് ഉത്തരങ്ങൾ കണ്ടെത്താൻ സാധിക്കും. ആദ്യം നമ്മൾ ഒന്നില്ലെങ്കിൽ ശരിയെ നോക്കുക,
ആ ശരി ഏതെങ്കിലും ഇതിനകത്തൊരെണ്ണം ശരി നമുക്കറിയാൻ സാധിക്കും. ഇനി അങ്ങനെ അറിയാൻ സാധിച്ചില്ലെങ്കിൽ ഇതിനകത്തൊന്ന് തെറ്റ് കണ്ടുപിടിക്കുക. ഇനി തെറ്റിലൂടെ എങ്ങനെ കണ്ടുപിടിക്കുക? നമ്മൾ ശരി കണ്ടുപിടിക്കാൻ നമുക്കറിയാം, തെറ്റിലൂടെ കണ്ടുപിടിക്കുന്ന ഇത്രയേ ഉള്ളൂ. നോക്കുക, മെഴുകുതിരിയിൽ നടക്കുന്ന ഊർജ്ജമാറ്റം രാസോർജ്ജം, താപോർജ്ജവും പ്രകാശോർജ്ജവും ആകുന്നു. സിമ്പിൾ അല്ലേ? മെഴുകുതിരി എന്ന് പറയുന്നത് കത്തിച്ച് വെച്ചാൽ അത് രാസോർജ്ജമാണെന്ന് നമുക്കറിയാം. അപ്പോൾ മെഴുകുതിരിയിൽ നടക്കുന്ന ഊർജ്ജമാറ്റം എന്ന് പറയുന്നത് രാസോർജ്ജമാണ് മെഴുകുതിരിയിൽ കത്തിച്ച് വെച്ചിട്ടുള്ളത് അല്ലേ. ഈ രാസോർജ്ജം എന്താകുന്നുണ്ട്? താപോർജ്ജം ആകുന്നുണ്ട്. മെഴുകുതിരിയിൽ നിന്ന് ചൂട് വരും, നമുക്കറിയാം. പ്രകാശവും ലഭിക്കും, പ്രകാശോർജ്ജം ആകുന്നു. അപ്പോൾ ഈ പ്രസ്താവന ശരിയാണെന്ന് നമുക്കറിയാം. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ ഒന്ന് ശരിയായിട്ടുള്ള എത്ര ഓപ്ഷൻ ഇവിടെ ഉണ്ടെന്ന് നോക്കുകയാണെങ്കിൽ എ ഇതിനകത്തുണ്ട്, ബി ഉണ്ട്, ഡി ഉണ്ട്. അപ്പം നമുക്ക് ഇത് ഒഴിവാക്കാനായിട്ട് സാധിക്കും, സി നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ഇത് മൂന്നെണ്ണത്തിലേക്കാണ് നമ്മളിപ്പോൾ ഇനി പോകേണ്ടത്. അടുത്ത് നോക്കൂ, ശബ്ദോർജ്ജത്തെ വൈദ്യുതോർജ്ജമാക്കുന്ന ഉപകരണമാണ് ചലിക്കും ചുരുൾ മൈക്രോഫോൺ. ശരിയാണ്, നമ്മുടെ ശബ്ദോർജ്ജം നമ്മൾ സംസാരിക്കുന്നുണ്ടല്ലോ, ഈ ശബ്ദോർജ്ജത്തെ എന്താണ്? വൈദ്യുതോർജ്ജമാക്കുകയാണ് അല്ലേ. നമ്മൾ സംസാരിക്കുന്ന ശബ്ദോർജ്ജത്തെ വൈദ്യുതോർജ്ജമാക്കി ഈ വൈദ്യുതോർജ്ജത്തെ ലൗഡ് സ്പീക്കറിലൂടെ കടത്തിവിട്ട് വീണ്ടും ശബ്ദോർജ്ജമാക്കുന്നുണ്ട്. ആ ഒരു പ്രോസസ്സ് അറിയാലോ. അപ്പോൾ നമ്മുടെ സംസാരത്തെ അല്ലെങ്കിൽ നമ്മുടെ സംസാരം എന്ന് പറയുമ്പോൾ ശബ്ദമാണ്, ആ ശബ്ദം ഊർജ്ജമാണ്. ഈ ശബ്ദോർജ്ജത്തെ ആരാണ് വൈദ്യുതോർജ്ജമാക്കുന്നത്? മൈക്രോഫോണാണ് അല്ലേ, മൈക്രോഫോൺ തന്നെയാണ്. അപ്പോൾ നമ്മുടെ ഈ രണ്ടാമത്തെ പ്രസ്താവന എന്ത് തന്നെയാണ്? രണ്ടാമത്തെ പ്രസ്താവന ശരിയാണ്. ഇനി രണ്ടാമത്തെ പ്രസ്താവന ശരിയായിട്ടുള്ള, അപ്പോൾ ഒന്നും ശരിയാണ്, രണ്ടും ശരിയാണ്. ഒന്നും രണ്ടും ശരിയായിട്ടുള്ളത് ഓപ്ഷൻ എ ഇവിടെ വരുന്നുണ്ട്. ഓപ്ഷൻ ഡിക്കകത്ത് എന്തില്ല? 2 എന്ന് പറയുന്ന ഓപ്ഷൻ ഇല്ല. അപ്പോൾ നമുക്ക് മനസ്സിലായത് ഡി ഇതിനകത്ത് ഓപ്ഷനായിട്ട് വരില്ല. ഇനി നമുക്ക് എയും ഉണ്ട്, ബിയും ഉണ്ട് അല്ലേ. ഇനി നമുക്ക് അടുത്തേക്ക് പോകുമ്പോൾ ശബ്ദോർജ്ജത്തെ വൈദ്യുതോർജ്ജമാക്കുന്ന ഉപകരണമാണ് ലൗഡ് സ്പീക്കർ. അപ്പോൾ നമ്മൾ ശരിയായിട്ടുള്ള രീതിയിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഒന്നില്ലെങ്കിൽ ഇതാവണം, അല്ലെങ്കിൽ ഇതാവണം. ഇവിടെ നമുക്ക് വരുന്നുണ്ട് 3 എന്ന് പറയുന്ന ഓപ്ഷൻ ഇതിൽ രണ്ടിലുമില്ല. നമ്മൾ 3 വായിക്കേണ്ട കാര്യമേ ഇല്ല. അങ്ങനെയാണെങ്കിൽ നോക്കൂ, 4ലേക്ക് പോകുമ്പോൾ യാന്ത്രികോർജ്ജത്തെ അല്ലേ, യാന്ത്രികോർജ്ജത്തെ വൈദ്യുതോർജ്ജമാക്കുന്ന ഉപകരണമാണ് മോട്ടർ എന്ന് പറഞ്ഞിട്ടുള്ളത്. മോട്ടറാണോ? അല്ല. നമ്മൾ യാന്ത്രികോർജ്ജം ഉപയോഗിച്ചുകൊണ്ട് വൈദ്യുതോർജ്ജം ഉണ്ടാക്കുന്ന ആരാണ്? ജനറേറ്ററാണ് അല്ലേ. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് 4ാമത്തെ ഉത്തരം തെറ്റാണ്. അപ്പോൾ 4ാമത്തെ ഉത്തരം തെറ്റായതുകൊണ്ട് തന്നെ നമുക്ക് ഓപ്ഷൻ ബി 1, 2 എന്നിവ ശരിയെന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഇനി നിങ്ങൾക്ക് മറ്റൊരു കാര്യം കൂടെ ഞാൻ എളുപ്പത്തിൽ പറഞ്ഞുതരാം. അതായത് ഇത് പോട്ടെ, ഈ ഒരു ക്വസ്റ്റ്യനിൽ ഇത്രയും സമയം എടുക്കുകയല്ല, ക്വസ്റ്റ്യൻ മനസ്സിലാക്കാനല്ല, ഇത്തരത്തിൽ സ്റ്റേറ്റ്മെൻറ്റ് രീതിയിൽ വരുമ്പോൾ എങ്ങനെ ഉത്തരം കണ്ടെത്തണം എന്നുള്ളത് മാത്രമാണ് ഇവിടെ പറയുന്നത്. ഇവിടെ ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കാൻ പറയുന്ന സമയത്ത് നിങ്ങൾ ഇതിനകത്തുള്ള തെറ്റായ ഏതെങ്കിലും ഒരു പ്രസ്താവന കണ്ടുപിടിക്കാനായിട്ട് ശ്രമിക്കുക. തെറ്റായിട്ടുള്ള ഏതെങ്കിലും ഒരു പ്രസ്താവന കണ്ടുപിടിക്കാനായിട്ട് ശ്രമിക്കുക. നോക്കുക, ഇവിടെ പറയുന്നുണ്ട് നമ്മുടെ ഇത് ശരിയാണ്, ഇത് ശരിയാണ് നമുക്ക് ഓൾറെഡി അറിയാം. ഇവിടെ 4ാമത്തെ നമുക്ക് തെറ്റാണെന്ന് മനസ്സിലായി. നോക്കൂ, അതേപോലെ 3ഉം തെറ്റാണെന്ന് അറിയാം, കാരണം ഇവിടെ അടുത്ത ഓപ്ഷൻ ഇല്ലായിരുന്നു. ശബ്ദോർജ്ജത്തെ അല്ലേ, ശബ്ദോർജ്ജത്തെ വൈദ്യുതോർജ്ജമാക്കുന്ന ഉപകരണമാണ് ലൗഡ് സ്പീക്കർ എന്ന് പറയുന്നുണ്ട്. അല്ല, വൈദ്യുതോർജ്ജത്തെയാണ് ശബ്ദോർജ്ജമാക്കിയിട്ട് ലൗഡ് സ്പീക്കർ കിട്ടുന്നത്. ലൗഡ് സ്പീക്കറിലൂടെ നമ്മൾ ശബ്ദോർജ്ജമാണ് നമുക്ക് കിട്ടുന്നത് അല്ലേ. അതെന്താണ്? വൈദ്യുതോർജ്ജത്തെയാണ് ശബ്ദോർജ്ജമാക്കുന്നത്. നമ്മുടെ ശബ്ദോർജ്ജത്തെ മൈക്രോഫോൺ വൈദ്യുതോർജ്ജമാക്കുന്നു. ആ വൈദ്യുതോർജ്ജത്തെ എന്ത് ചെയ്യുന്നുണ്ട്? ലൗഡ് സ്പീക്കർ ശബ്ദോർജ്ജമാക്കി തരുന്നു. അപ്പോൾ നമുക്കറിയാം ശബ്ദോർജ്ജത്തെ വൈദ്യുതോർജ്ജമാക്കുന്ന ഉപകരണമാണ് ലൗഡ് സ്പീക്കർ എന്ന് പറഞ്ഞാൽ തെറ്റാണ്. അതാരാണ്? ശബ്ദോർജ്ജത്തെ വൈദ്യുതോർജ്ജമാക്കുന്നത് മൈക്രോഫോൺ ആണ് അല്ലേ. ഓക്കെ, അപ്പോൾ ഇത് തെറ്റാണെന്ന് നമുക്കറിയാം. ഇപ്പോൾ 3 തെറ്റാണ് എന്നുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ശരിയാണ് വേണ്ടത്. അപ്പോൾ 3 എന്നുള്ള ഓപ്ഷൻ ഏത് നമുക്ക് ആവശ്യമില്ല. നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ 3 ഉണ്ട്, ഇത് നമുക്ക് വെട്ടിക്കളയും. ഇവിടെ 3 ഉണ്ട്, ഇത് നമുക്ക് വെട്ടിക്കളയാം. അടുത്തത് ഇത് നോക്കൂ, യാന്ത്രികോർജ്ജത്തെ വൈദ്യുതോർജ്ജമാക്കുന്ന ഉപകരണമാണ് മോട്ടർ, അല്ലാതെ ജനറേറ്ററാണ്. ഇപ്പോൾ 4 എന്ന് പറയുന്നത് അവിടെ ഒരെണ്ണോട്ട്, അത് വെട്ടിക്കളയാം. നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ബി എന്ന് പറയുന്നതിലേക്ക് പോകും. അതായത് നമുക്ക് ശരി നമുക്ക് അറിയില്ലെങ്കിൽ, ഇത് രണ്ടും ശരിയാണോ എന്ന് അറിയില്ലെങ്കിൽ നമുക്ക് തെറ്റ് കണ്ടുപിടിച്ചാലും നമുക്ക് ഉത്തരം കണ്ടുപിടിക്കാം എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അതുപോലെ ശരി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും ഒക്കെ എന്നുള്ളതാണ്. സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഇവിടെ 2 തെറ്റ് നമുക്ക് മനസ്സിലായപ്പോൾ അതെല്ലാം കൃത്യമായിട്ട് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ സാധിച്ചു. നമ്മൾ ശരിയിലേക്ക് എത്തി. അപ്പോൾ ശരിയായത് കണ്ടുപിടിക്കാൻ വന്നാൽ ആദ്യം ശരിയായത് നോക്കിയിട്ട് ചെയ്യാം, അതല്ലെങ്കിൽ തെറ്റ് കണ്ടുപിടിച്ചിട്ട് തെറ്റ് വെച്ചിട്ട് എലിമിനേറ്റ് ചെയ്യാം, ശരി വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? എലിമിനേറ്റ് ചെയ്യാം എന്നുള്ളതാണ്. കാര്യം പിടിയിട്ടെന്ന് വിചാരിക്കുന്നു. ചിലർക്ക് മനസ്സിലാക്കണം, ചിലർക്ക് ഇതൊന്നും വേണ്ടി വരില്ല, ഡയറക്റ്റ് ഉത്തരത്തിലേക്ക് എത്തുന്നവരും ഉണ്ടാവും. എന്നാൽ ചിലർക്ക് ഒരു അറിയാത്തൊരു ക്വസ്റ്റ്യൻ വരുമ്പോൾ ഒരു പോംവഴി എന്നുള്ള രീതിയിൽ പറഞ്ഞു തന്നാണ് ഇവിടുത്തെ ഉത്തരം ഓപ്ഷൻ ബി ആണ് കേട്ടോ. ഓക്കെ, അടുത്തത് താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. സ്വയം പ്രകാശിക്കുന്ന ആകാശഗോളങ്ങളെ നമ്മൾ നക്ഷത്രങ്ങളെന്ന് പറയുന്നു. ശരിയല്ലേ? സ്വയം പ്രകാശിക്കുന്ന ആകാശഗോളങ്ങളെ നക്ഷത്രങ്ങളെന്ന് പറയുന്നുണ്ട്. നോക്കൂ, അടുത്തത് ചന്ദ്രൻ ഒരു നക്ഷത്രമാണെന്ന് പറയുന്നുണ്ട്. ചന്ദ്രൻ ഒരു നക്ഷത്രമാണ്, ഭൂമിയുടെ ഒരു ഉപഗ്രഹമാണ് ചന്ദ്രൻ എന്ന് നമുക്കറിയാം. ചന്ദ്രൻ നക്ഷത്രമല്ല അല്ലേ. സ്വയം പ്രകാശിക്കുന്നുണ്ടോ ചന്ദ്രൻ? ഇല്ല. ഇനി സൂര്യൻ നക്ഷത്രത്തിൻ്റെ ഗണത്തിൽ വരുന്നില്ല. ശരിയാണോ? അല്ല, സൂര്യൻ ഒരു നക്ഷത്രമാണ്, കാരണം സൂര്യൻ പ്രകാശിക്കുന്നുണ്ട്, സ്വയം പ്രകാശിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ 2 ഓപ്ഷൻ ശരിയല്ല അല്ലേ. ഇതും തെറ്റാണ്, ഇതും തെറ്റാണ്. അതുകൊണ്ട് തന്നെ മേൽപ്പറഞ്ഞവയെല്ലാം എന്ന് പറയാൻ സാധിക്കില്ല. ഇവിടെ സ്വയം പ്രകാശിക്കുന്ന ആകാശഗോളങ്ങളെ നക്ഷത്രങ്ങളെന്ന് പറയുന്ന ഓപ്ഷൻ എ മാത്രമാണ് ശരി. 8ാമത്തേത് എ. 9 ഉച്ചതയുടെ യൂണിറ്റ് എന്താണ്? അത് ഡെസിബിളാണ്. അടുത്തത് താഴെ തന്നിരിക്കുന്നവയിൽ ശരി ഏത് എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. മനുഷ്യന് കേൾക്കാൻ കഴിയുന്നതിനേക്കാൾ മുകളിൽ ആവർത്തിയുള്ള ശബ്ദതരംഗങ്ങളെ അൾട്രാസോണിക്
അല്ലാത്തതിന് എന്താണ്, അതായത് 20,000 ഹെർട്സിന് മുകളിലാണെങ്കിൽ അൾട്രാസോണിക്കും 20 ഹെർട്സിൽ താഴെയാണെങ്കിൽ ഇൻഫ്രാസോണിക്, നമ്മളത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് ശരിയായിട്ടൊരു ഓപ്ഷനാണ്. എക്കോ ലൊക്കേഷൻ അൾട്രാസോണിക് തരംഗങ്ങൾ ഉപയോഗപ്പെടുത്തിയാണ് സാധ്യമാക്കുന്നത്. എക്കോ ലൊക്കേഷൻ നമ്മൾ ഈ വവ്വാലുകൾ പുറപ്പെടുവിക്കുന്ന ഒരു ഇത് പറഞ്ഞിട്ടല്ലോ അല്ലേ. അപ്പോൾ എക്കോ ലൊക്കേഷൻ അൾട്രാസോണിക് തരംഗങ്ങൾ ഉപയോഗപ്പെടുത്തി തന്നെയാണ് സാധ്യമാക്കുന്നത്. സോണാറിൽ ഉപയോഗപ്പെടുത്തുന്ന ശബ്ദ തരംഗമാണ് അൾട്രാസോണിക്. സോണാറിൽ ശരിയാണ്, കടലിൻ്റെ ആഴം അളക്കാനും മത്സ്യക്കൂട്ടത്തേക്ക് ഇതാക്കാൻ ഉപയോഗിക്കുന്ന അതിലേക്ക് സോണാർ ഉപയോഗിക്കുന്നില്ലേ, ആ സോണാറിൽ ഉപയോഗിക്കുന്ന ശബ്ദതരംഗം അൾട്രാസോണിക് തന്നെയാണ്. ഇത് മൂന്നും ശരിയായതുകൊണ്ട് തന്നെ നമ്മുടെ ഉത്തരം ഓപ്ഷൻ ഡി ഇവയെല്ലാം എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇവയെല്ലാം എന്ന് പറയുന്ന ആ ഉത്തരമാണ് 10ാമത്തേതിൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ്, ഇവയെല്ലാം. അടുത്ത 11 സെറികൾച്ചർ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പട്ടുനൂൽ കൃഷി. സെറികൾച്ചർ പട്ടുനൂൽ കൃഷിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അടുത്തത് കേന്ദ്രം, ഏല ഗവേഷണ കേന്ദ്രം എവിടെ സ്ഥിതി ചെയ്യുന്നു? അത് മയിലാടുംപാറയാണ്. മയിലാടുംപാറ ഓപ്ഷൻ സി. 12ാമത്തേത് ഓപ്ഷൻ സി ആണ്, മയിലാടുംപാറ. 13 തെർമൽ സ്കാനറുകളിൽ ഉപയോഗിക്കുന്ന രശ്മി ഏതെന്നുള്ളതാണ്. തെർമൽ സ്കാനറുകളിൽ ഇൻഫ്രാറെഡ്, ഓപ്ഷൻ എ ഇൻഫ്രാറെഡ് ആണ് തെർമൽ സ്കാനറുകളിൽ ഉപയോഗിക്കുന്നത്. 13A സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. ക്രിസ്മസ് രോഗം എന്നറിയപ്പെടുന്നത് ഹീമോഫീലിയയാണ്. ക്രിസ്മസ് രോഗം, രാജകീയ രോഗം എന്നൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഹീമോഫീലിയ അറിയപ്പെടുന്നുണ്ട്. ഓക്കെ, അടുത്ത ലാസ്റ്റ് നേവ ടെസ്റ്റ് നടത്തുന്നത് ഏത് രോഗം തിരിച്ചറിയാൻ അല്ലെങ്കിൽ നിർണ്ണയിക്കുന്നതിനാണെന്ന് ചോദിച്ചാൽ എയ്ഡ്സ് അല്ലേ. എയ്ഡ്സ് നിർണ്ണയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നേവ ടെസ്റ്റ് നടത്തുന്നത്. 15 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ പറഞ്ഞത്. വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇതിനകത്ത് നമുക്ക് ആലോചിക്കാനൊന്നുമില്ല, എങ്കിലും ചിലർക്ക് പറയാൻ വേണ്ടി 1-2 കാര്യങ്ങൾ പറഞ്ഞു എന്നേ ഉള്ളൂ. ഇതിനകത്ത് കൂടുതൽ നമുക്ക് എക്സ്പ്ലനേഷൻ തരേണ്ട ക്വസ്റ്റ്യൻസ് ഒന്നുമില്ല. വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യനാണ് ജനറൽ സയൻസിൽ പറഞ്ഞിട്ടുള്ളത്. നമ്മൾ ടഫിലേക്കൊക്കെ പോകും. ആദ്യം നിങ്ങൾക്ക് ഈ ഒരു പാർട്ട് 1ഉം പാർട്ട് 2 ഒക്കെ ഒരുപാട് ടഫായിട്ട് തന്നു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടല്ലേ, അതുകൊണ്ടാണ് വളരെ സിമ്പിളായിട്ട് തന്നത്. ഇതിനകത്ത് നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയെന്നുള്ളത് എന്ത് ചെയ്യുക, ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ഫെബ്രുവരി 19 ആരംഭിക്കുന്ന പുതിയ ബാച്ചിനകത്ത് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ 9747886626 എന്ന് പറയുന്ന നമ്പറിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോഴ്സിൻ്റെ ഡീറ്റെയിൽസും കോഴ്സിൽ അഡ്മിഷൻ എടുക്കാനായിട്ട് സാധിക്കും. ഇനി വളരെ സമയം കുറവാണ്, പക്ഷേ ഈ ഒരു സമയം കൊണ്ട് തന്നെ നമ്മുടെ ക്രാഷ് കോഴ്സിലൂടെ നിങ്ങൾ LPUP എന്ന് പറയുന്ന ആ ഒരു സ്വപ്നം നേടിയെടുക്കാൻ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ചെയ്യും. പക്ഷേ നിങ്ങൾ പഠിക്കാനായിട്ടാണ്, മുഴുവനായിട്ടുള്ള നിങ്ങളുടെ സമയം നമ്മുടെ പഠനത്തിന് വേണ്ടി കേന്ദ്രീകരിക്കുകയാണെങ്കിൽ, നമ്മൾ പറയുന്ന പോലെ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു റാങ്കിലെത്താൻ നിങ്ങളെ സഹായിക്കാൻ നമ്മളെ കൊണ്ട് പറ്റും. നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. കൃത്യമായിട്ടുള്ള മോട്ടിവേഷൻ തരാനും നമ്മുടെ അധ്യാപകർ ഇവിടെയുണ്ട്. അതുകൊണ്ട് തന്നെ കൃത്യമായി നിങ്ങളുടെ പഠനം മോണിറ്റർ ചെയ്തുകൊണ്ട് നിങ്ങളുടെ ആ ഒരു പഠന നിലവാരം ഉയർത്താൻ പേജ് 3ക്ക് സാധിക്കും. താല്പര്യമുള്ളവർക്ക് 12ാമത്തെ ക്രാഷ് കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ചൂടെ കാണുന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്. അടുത്തൊരു മോക്ക് ടെസ്റ്റുമായിട്ട് നമുക്ക് കാണാം. താങ്ക്